ചിത്ര കഴിഞ്ഞ ദിവസം 24 ഒരു ചർച്ചയുണ്ടായിരുന്നു. മരണാനന്തരം മനുഷ്യജീവിതമുണ്ടോ എന്നായിരുന്നു ചർച്ച. യഥാർത്ഥത്തിൽ അതിൽ ആത്മാക്കളെ പറ്റിയും മറ്റു കാര്യങ്ങളുമായിരുന്നു ചർച്ച ചെയ്യുന്നത്. ചിത്ര ഈ ആത്മാക്കളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ആളുകളൊക്കെ ഇങ്ങനെ പറയണ കേൾക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് വരും. പിന്നെ ഞാൻ ജോർജ് മാത്യു സാറുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം കുറേ കാര്യങ്ങള് പറയുന്നതും അല്ലാണ്ടും ഒക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാ ഒരു എനർജി ഉണ്ട്. ഒരു ഒരു എനർജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് നമ്മുടെ മൈൻഡ് ട്യൂൺ ചെയ്യുമ്പോ നമുക്ക് കുറേ കാര്യങ്ങള് കണക്റ്റ് ആവുന്നതാണ് ഈ ആത്മാക്കൾ എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് നമ്മളെ പേടിപ്പിക്കോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങള് അല്ലെങ്കില് എന്താ പറയാ ഗ്ലാസ്സൊക്കെ തച്ചുടച്ച് കളയുക, അല്ലെങ്കിൽ നമ്മളെ രാത്രിയിൽ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സംഭവത്തിലേക്കൊന്നല്ല ആ ഒരു കൺസെപ്റ്റ് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതിനപ്പുറം കുറെ ആൾക്കാർ സംസാരിക്കുന്നത് നമ്മൾ ഇന്ന് കേൾക്കുമ്പം കുറച്ചെങ്കിലും സമയത്തേക്ക് നമ്മളിങ്ങനെ വിചാരിക്കും ഇവർക്കൊക്കെ വട്ടാണോ എന്നുള്ളതൊക്കെ വിചാരിക്കും. ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ആത്മാക്കൾ ഉണ്ട് എന്നുള്ളത് രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ? ആത്മാക്കൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല. ഇല്ല, കാരണം ആത്മാവ് എന്ന് പറയുന്നത് ഒരു എനർജി മാത്രമായിട്ടാണ്. ഇവിടെ ഒരുപാട് എനർജികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്മൾ മറ്റേതിൻ്റെയൊക്കെയോ ആത്മാക്കളാവേണ്ടതല്ലേ? ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാനിവിടെ വായിച്ചൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ബോഡി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നുള്ള പാർട്ടുകൾ, അത് സ്റ്റാർ എലമെൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ കൂടുതലും പഠിച്ചിട്ടുള്ളത് ആ, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളതെന്നാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എക്സ്റ്റേണൽ എലമെൻ്റ് കൊണ്ട് നമ്മുടെ ശരീരം നിർമ്മിച്ചതായിരിക്കാം. ഇപ്പോൾ നമ്മുടെ എവല്യൂഷൻ്റെ കാര്യം വരുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ആദ്യമേ ഏകകോശ ജീവികളുണ്ടായി. പിന്നെ ആ കോശങ്ങൾ വിഭജിച്ച് ആ, ബഹുകോശ ജീവികളുണ്ടായി. അങ്ങനെയാണ് മനുഷ്യനുണ്ടാകുന്നത്. അങ്ങനെ വളരെ കാലം രൂപാന്തരം പ്രാപിച്ച് ഉണ്ടായതാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ കഴിക്കാൻ തുടങ്ങിയ മൃഗങ്ങളെ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം മനുഷ്യന് ബുദ്ധിവികാസം ഉണ്ടായത്. ആകെ എനിക്ക് തോന്നുന്നു മനുഷ്യൻ മാത്രമാണ് ആത്മാക്കളെ പറ്റി സംസാരിക്കുന്നതും മറ്റുള്ള ജീവികൾ സംസാരിക്കുന്നോ ഇല്ലയോ എന്ന് അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ അപ്പൊ അവര് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറയും പട്ടികൾക്ക് കാണാൻ പറ്റും അതെ, എന്നുള്ളത്. എനിക്കൊന്ന് ഒരാൾ ആ, മരിക്കുന്നതിന് മുമ്പിട്ട് ആ, പട്ടി ഊരിയിടുന്നത് ഉം, ഞാൻ ചില സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉം. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ചില ആളുകൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ ഭയങ്കര പട്ടിയുടെ കുരയായിരിക്കും. പിന്നെ ചില പട്ടികൾ വന്ന് കയറും. ചില പട്ടികളൊക്കെ മരിക്കുന്നതിന് മുമ്പിട്ട് ചില വീട്ടുകൾ വന്ന് കയറിയിട്ട് അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവി അവിടെ കാണില്ല. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ തോന്നലാകാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളായിരിക്കാം. അതേപോലെ തന്നെ കൊള്ളിക്കുറവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ഷിയുണ്ട്. ഉം. അത് കൂവിക്കഴിഞ്ഞാൽ അത് വളരെ റെയർ ആയിട്ടേ കൂവുള്ളൂ. അതിനകത്ത് ഒരു ഒരു ഇതുണ്ട്. അത് ഇണയെ ആകർഷിപ്പിക്കുന്നതാണ് ഉം. ശരിക്കും. പക്ഷെ അത് കൂവിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ അടുത്ത് തന്നെ ഒരു മരണം കേൾക്കാം എന്നുള്ളതൊക്കെ പറയുമായിരുന്നു. പക്ഷെ പുള്ളിക്കറവൻ പണ്ട് ഞാൻ ട്ടോ. കേട്ടിട്ടില്ല. എനിക്കൊന്ന് ഞങ്ങളവിടെ പശവൻ ചിലയ്ക്കുന്നത് പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് പല സൈഡിലും അതെ. പല രീതിയിലാണ് അതിനെക്കുറിച്ച് അതിന്റെ പേര് വരുന്നത്. പശവൻ ചലിച്ചാൽ എന്തോ ആപത്ത് വരാൻ ആ. പോകുന്നു, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതൊരു മൂങ്ങേനെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ആ. ഒരു പക്ഷിയാണത്. ഇപ്പൊ ടൗൺ ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾക്ക് കാണാനും കേൾക്കാനും ഒന്നും സമയമില്ല. കുറച്ച് ഈ ഗ്രാമീണ പ്രദേശത്തൊക്കെയാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. അവർക്ക് ഇതിനകത്തുനിന്ന് പോരാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഒക്കെ കേട്ട് വളർന്നിട്ടുള്ളതിനകത്ത് എന്തെങ്കിലുമൊക്കെ പൊടിപ്പും തൊങ്ങലും ഒക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് വളർന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇപ്പോൾ ആ 24 ചാനൽ ചർച്ചയിൽ വന്ന പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റും, സോളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമോ നമുക്ക്? ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആത്മാക്കൾ എന്നല്ല ആ ഒരു സോളുമായിട്ട് ശരിക്കും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമായിരിക്കാം. ഉം. പക്ഷെ അതിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഒരു മീഡിയം വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ തന്നെ ട്യൂൺ ചെയ്തെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. ഈ ആത്മാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതൊക്കെ ആ ഒരു രീതിയിലേക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പറ്റുന്നത്. ഇല്ലാതെ നമ്മളിപ്പോ ഈ ഓജോ ബോർഡ് വെച്ച് അതൊക്കെ ഒരു മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ഉം. ഇതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. ആത്മാക്കളൊക്കെ ഉണ്ടാവും. ആ ഒരു സോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ, ഇപ്പോഴും മരിച്ചു കഴിഞ്ഞാലും. ഞാൻ ഇന്റർവ്യൂ എടുത്ത ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഉം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാക്കൾ, അതായത് നമ്മുടെ ചുറ്റിനും ആത്മാക്കളുണ്ട്. ഈ ആത്മാക്കളെ കണ്ടുപിടിച്ച് അവയെ കൈക്കലാക്കിയിട്ട് ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ ഒരു നെഗറ്റീവ് എനർജി ആക്കിയിട്ട് മറ്റുള്ള വീടുകളിലേക്ക് വിടും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കൂടെ വിടും. അവരവിടെ പോയി ശല്യങ്ങൾ ഉണ്ടാക്കും.
അങ്ങനെ ശല്യങ്ങൾ ഉണ്ടാക്കി ഒരു കുടുംബത്തെയൊക്കെ നശിപ്പിച്ചിട്ട് വരുന്ന ആത്മാക്കളുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് രാഹുലെ, നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ പറയുന്നില്ലേ, ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ഒക്കെ നമ്മളിങ്ങനെ ഇങ്ങനെയാണ് ഇന്നതാണ് എന്ന് പറഞ്ഞ് അത് നമ്മൾ നടത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് തന്നെയാണ് ഈ ആഭിചാരത്തിലും കൂടോത്രത്തിലും ഒക്കെ വർക്കാവുന്നതെന്നാണ് ഞാൻ മനസ്സിലായി, എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ പൊട്ടത്തെറ്റാവാം. പക്ഷെ ഇങ്ങനെ നമ്മൾ ആ ആത്മാവിനെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്, ഇങ്ങനെയാണ് ഇന്നതാണ് എന്നൊക്കെ ഉള്ളത് രീതിയിലേക്ക് പറഞ്ഞ് അങ്ങനെ ആക്കുന്നതായിരിക്കാം. അല്ല, നമ്മുടെ ബ്രെയിൻ എന്തൊക്കെയോ പവറുണ്ട്. പവറുണ്ട്. അതായത് നമുക്കറിയാത്ത എന്തൊക്കെയോ പവറുകൾ നമ്മുടെ ബ്രെയിനിനുണ്ട്. ഉണ്ട്. ഇത് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമായിട്ടും ആത്മാവായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും നമ്മൾ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഒരാളോട് ചോദിക്കുന്ന സമയത്ത്, അദ്ദേഹം ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ന്യൂറോൺസിനെ, അതായത് നമ്മുടെ ന്യൂറോൺസാണ് നമുക്ക് സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സ്പർശമാണെങ്കിൽ പോലും ഇതവിടെ ചെന്നിട്ട് ആ ന്യൂറോൺസ് വഴിയാണ് നമ്മുടെ ബ്രെയിനിൽ എത്തുന്നത്. ഒരാൾ നമ്മളെ തൊട്ടു, അല്ലെങ്കിൽ ഇത് തീയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ തൊടുകയല്ല, അതൊരു ഘർഷണമാണ്. നമുക്ക് തൊട്ടുന്ന് ഫീൽ ചെയ്യുകയാണ്. നമ്മൾ ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇതും ആറ്റമാണ്. ഇത് തമ്മിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതൊരു ഘർഷണം മാത്രമാണ്. അപ്പോൾ ഈ ന്യൂറോൺസിനെ ചേഞ്ച് ചെയ്യാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഭാവിയിൽ സൃഷ്ടിക്കപ്പെടാം. അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ചിത്രയുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം, ചില ഹിപ്നോ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അവർക്കൊന്നും അത്രയും ഡീപ്പായിട്ട് ചെയ്യാൻ കഴിയില്ല. എന്നാലും ഒരു നിമിഷത്തേക്കിനൊക്കെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അടുത്തിരിക്കുന്ന ആളെ മറ്റൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ വേറൊരാൾക്ക് അതെ ഉറക്കാൻ കഴിയുന്നത്, അതൊക്കെ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടെത്തിച്ചിട്ടാണ്. അപ്പോൾ അവിടേക്ക് തന്നെ അതേപോലെ തന്നെ ചില എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചില തരംഗങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ ശബ്ദം ഒരു തരംഗമാണ്. ചില സൗണ്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോവും, ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോവും. ചില സൗണ്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആക്റ്റീവ് ആവും. അതേപോലെ തന്നെ അതെല്ലാം ബ്രെയിനിൽ ചെന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണൽ ചേഞ്ചുകളാണ്, അവിടുത്തെ കെമിക്കൽ ചേഞ്ചുകളാണ് ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പവർ കൂട്ടുന്നത് നമ്മുടെ കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ നമുക്ക് ഭയം വരുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ പവർ വരുന്നത്. ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എനർജി ആയിട്ട് നമ്മൾ ഓടുന്നത്. ഇതെല്ലാം നമ്മുടെ കെമിക്കൽ ചേഞ്ച് നമുക്കുണ്ടാക്കുന്ന പവറാണ്. ഇപ്പോൾ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്, കുഞ്ഞു കാറിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ഒറ്റ കൈ കൊണ്ട് ഉയർത്താൻ ശ്രമിക്കുന്ന അമ്മയുടെ, അല്ലെങ്കിൽ കുഴിയിലേക്ക് പോകുന്ന മറ്റേ റോഡിൽ ഇപ്പോൾ രണ്ടു പേർക്ക് ഒന്നിച്ച് പൊക്കാൻ കഴിയുന്നത് അമ്മ ഒറ്റയ്ക്ക് പൊക്കി മാറ്റുന്നത്, അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്കുണ്ടാക്കുന്ന ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണൽ ചേഞ്ചാണ് നമുക്ക് പെട്ടെന്ന് പവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ന്യൂറോൺസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ. നമുക്കറിയാവുന്ന എല്ലാ സന്ദേശങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളെങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഇന്ത്യൻ സൈനികർ പലപ്പോഴും സംസാരിക്കുന്നത്, അവർ മൈക്ക് വഴിയാണെങ്കിലും ഇത് തരംഗങ്ങളാണ്. ഇത് ഇപ്പോൾ പാകിസ്ഥാനിലിരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത് ഇവിടുന്ന് എങ്ങനെയാണ് ഹാക്ക് ചെയ്തെടുക്കുന്നത്. ആ തരംഗങ്ങൾ പോകുമ്പോൾ ആ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് അത് കോഡ് ചെയ്തെടുക്കുകയാണ്. ഇതിനപ്പുറം ടെലിപ്പതി എന്നുള്ളൊരു ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മൾ ഈ അഘോരികൾ അവർ പല ഗുഹകളിലായിരിക്കും ഇരിക്കുക, പല കേവുകളിലായിരിക്കും ഇരിക്കുക. ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് ഇവർ ഈ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ടെലിപ്പതി വഴിയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് എന്ത് തരം കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളത് ഇപ്പോഴും അല്ല, ഇത് ഞാൻ കുറെ പേരോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ ഇത് വർഷങ്ങളോളം സാധന ചെയ്ത്, ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളെ പെട്ടെന്ന് തന്നെ വിളിക്കും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ചിലപ്പോൾ അവർക്കത് ഫീൽ ചെയ്യും. അതാണ് ടെലിപ്പതി. അതായത് നമ്മൾ അറിയാതെ വരുന്ന ടെലിപ്പതിയാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. നമ്മളൊരു ട്രാൻസ്മിറ്റർ ആയിട്ട് എപ്പോഴും, അതായത് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ ഫുൾ എനർജിയാണ്. നമ്മുടെ ഓറ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോഡിയിൽ നിന്നുമുള്ള ഈ എനർജി പുറത്തേക്ക് പോകുമ്പോൾ വരുന്ന വികിരണങ്ങളാണ്. ഇപ്പോൾ സൂര്യനിൽ നിന്നും പോകുന്ന വികിരണങ്ങൾ, അത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് മനുഷ്യനെ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബോഡി മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു എക്സ്റ്റേണൽ ബോഡി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ ഈ ബോഡികൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതേപോലെയാണ് ഈ ട്രാൻസ്മിറ്റർ. നമ്മളൊരു ട്രാൻസ്മിറ്ററായിട്ട് മാറുന്ന സമയത്ത് അവിടുന്ന് വരുന്ന
ഇപ്പോൾ ചിത്ര ചിന്തിക്കുന്ന ചിത്രയുടെ വിഷമത്തിൻ്റെ ആ തരംഗങ്ങൾ എനിക്ക് എൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ചിത്രയെ കണക്ട് കണക്ട് ചെയ്യാൻ ചെയ്യും. പറ്റും. അതായത് എൻ്റെ ബ്രെയിനകത്ത് ചിത്രയുടെ ഫയലിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിയും. പെട്ടെന്ന് അതുമായിട്ട് കണക്ട് ചെയ്യാൻ കണക്ട് ചെയ്യാം. പറ്റും. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളത് നമ്മൾ ടെലിപ്പതി ചെയ്യാനായിട്ട് പോവാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ അയാളുമായിട്ട് കണക്ട് ചെയ്യാനിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധാരണ ഒരു മനുഷ്യന് ഒരിക്കലും അങ്ങനെ ഇല്ല, ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഞാൻ രാഹുലിന് എന്തോ വിഷമമുണ്ട്, അപ്പോ അപ്പൊ രാഹുലിനെ എനിക്ക് വിളിക്കണം, രാഹുൽ ഇപ്പൊ എന്നെ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഇല്ല. പറ്റില്ല. പക്ഷെ ഇവിടെ അവരങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ ഞങ്ങള് ടെലിപ്പതി ആ ഒരു ഇതിനകത്ത് എനിക്ക് അയാളിലേക്ക് കൺവേ ചെയ്യണം, ഇന്ന കാര്യം എനിക്ക് കൺവേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അത് അല്ല, വേറെ ലെവൽ ഓഫ് ഇത് കഴിവാണ്. ഇത് ഞാൻ ഒരാളോട് ചോദിച്ചു, ആ. എനിക്ക് ഇതേപോലെ ടെലിപ്പതി ചെയ്യാൻ പഠിപ്പിച്ചു തരാമോ, അല്ലെങ്കിൽ അങ്ങനെ അപ്പുറത്തിരിക്കുന്ന ആളുമായിട്ട് സംസാരിക്കാനൊന്ന് പഠിപ്പിച്ചു തരാൻ കഴിയുമോ? പുള്ളി പറയുന്നത്, ഇത് ഞാൻ 8, 10, 20 വർഷം എടുത്തിട്ടാണ് ഈ സാധനം കണ്ടെത്തിയത്. നിങ്ങളുടെ ഈ ഫോണൊക്കെ ഇരിക്കുന്ന കാലഘട്ടമല്ലേ, ആ ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് എന്തിനാണ് ടെലിപ്പതി? ഇത് 10 വർഷം എന്തിനാണ് കളയുന്നത്? അതിനെല്ലാം ഇതായിട്ടാണ് ഫോണുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഫോൺ എടുക്കുക, വിളിച്ച് പറയുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങള്, കുറെ കാര്യങ്ങൾ നമ്മൾ വളർന്നിട്ടുണ്ട്. ഇപ്പൊ ഫോൺ ടെലിപ്പതിയെക്കാട്ടിലും വലിയ ടെക്നോളജിയാണ് ടെലിഫോൺ. പക്ഷെ ആക്ച്വലി നമ്മൾ ബാക്കിലോട്ടാ പോയിക്കൊണ്ടിരിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ബാക്കിലുള്ള കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അന്ന് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര കാര്യങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും സാങ്കേതിക വിദ്യ വളർന്നിട്ടും നമ്മൾ ബാക്കിൽ പോയിട്ട് ഇന്നത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ആക്ച്വലി ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഭയങ്കര ലെജൻസ് ആണ്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, ആ ഫോൺ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് മുമ്പിട്ട് നമ്മൾ പറഞ്ഞ പോലെ ടെലിപ്പതി ആളുകളിൽ വർക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തരംഗങ്ങൾ അയക്കാൻ കഴിയുമെന്ന് കണ്ടെത്തി, ആ തരംഗങ്ങളെ കണ്ടെത്താനുള്ള ട്രാൻസ്മിറ്ററുകൾ കണ്ടെത്തി അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്തത് ഓരോരുത്തരുടെ ചിന്തയിൽ നിന്നാണ്. അല്ലാതെ ഇത് പെട്ടെന്ന് ഇവിടെ ഉണ്ടായ ഒരു സാധനമൊന്നും അല്ല. ഒരാൾക്ക് ഇതേപോലെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടല്ലോ, അവ എന്തെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിച്ചൂടെ എന്നൊരു ചിന്തയിൽ നിന്നുണ്ടായിരിക്കാം. ഇങ്ങനെ തന്നെയാണ് ആ ട്യൂണിങ് നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ ആത്മാക്കൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ഇങ്ങനെ തന്നെയാണ് അത് വർക്ക് ആവുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു സമയത്ത് ചിലപ്പോ അങ്ങനെ ഒരു സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ചിലപ്പോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായെന്നിരിക്കാം. ബാക്കിയൊക്കെ ഇല്യൂഷൻ ആണ്. ഇപ്പൊ നമ്മൾ പേടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വയർ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്, അവിടെ ഇരുട്ട് മൂടിയ ഒരു റൂം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതിനകത്ത് ചവിട്ടിയാൽ നമ്മളത് പാമ്പാന്നേ വിചാരിക്കുള്ളൂ. ഇത് നമ്മുടെ മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചേക്കോ, ഇതിവിടെ പാമ്പൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ ഇവിടെ കയറി കഴിഞ്ഞാൽ, കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ അവസ്ഥ. നമ്മൾ ഓൾറെഡി കാട്ടിൽ ജീവിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഈ ജെനറ്റിക്കൽ മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് എൻ്റെ 7 തലമുറ തൊട്ട് എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ, അപ്പൂപ്പൻ്റെ അച്ഛൻ അങ്ങനെ തുടങ്ങിയ ആളുകളുടെ എല്ലാം ജെനറ്റിക്കൽ മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലൂടെയും പോകും. കാരണം ഇവരുടെ ബീജമാണല്ലോ നമ്മളെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആ ബീജത്തിൽ മെമ്മറി ഉണ്ട്. മെമ്മറി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറികൾ ഇവിടെ ഉണ്ടാകാം. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ സേവ് ചെയ്യുന്നു, ഇത് നമ്മൾ വാട്സപ്പിലൂടെ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇതെങ്ങനെയാണ് പോകുന്നത്? നേരെ ഒരു തരംഗമായിട്ടൊരു കോഡായിട്ടല്ലേ ഇവിടെ പോകുന്നത്. അതേപോലെ തന്നെ കോഡുകളായിട്ട് നമ്മുടെ മരിച്ചുപോയ ആളുകൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇവരുടെ എല്ലാം ചിന്താഗതികളോടെ ഇരിക്കുമല്ലേ. ഇപ്പം ചിത്രയ്ക്ക് ബ്രെയിൻ ഉള്ള കാലത്തോളം ചിത്രയ്ക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയും. ചിത്രയ്ക്ക് ബ്രെയിൻ ഇല്ലാതായി പോവുകയാണ് എന്ന് കരുതി ആ ഡാറ്റ നശിച്ചു പോകണമെന്നൊന്നുമില്ലല്ലോ. അത് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു ഡിവൈസോ എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ചിത്രം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. ഒരു മനുഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട്, ആ മൈൻഡിന് ഭയങ്കര പവർ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെ സംശയമാണ്. അതായത് ഓരോ പോയിന്റിലും ഓരോരോ കാര്യങ്ങളാ. അതായത് ഇപ്പൊ നമുക്ക് മൈൻഡ് കൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കുന്നു. അതല്ലാതെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ട്രില്യൺ GB ഫയലാണ് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു. നമ്മൾ ഇപ്പോ ചിത്രയ്ക്ക് എത്ര വയസ്സായി? അതെ, എനിക്ക് 28 വയസ്സ്. 29 വയസ്സ്. അപ്പൊ 29 വർഷമായിട്ടുള്ള മെമ്മറി ആ ബ്രെയിനകത്തില്ലേ. അതായത് അന്നുണ്ടായിരുന്ന എപ്പോഴും ഒന്നും കിട്ടത്തില്ല. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതൊക്കെ നമുക്ക് ഓർമ്മ വരത്തില്ലേ. ചില സാഹചര്യങ്ങളെ അതവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകുന്നതാണ്. നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പാത്ത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അല്ല, യഥാർത്ഥത്തിൽ നമുക്ക് അതിന്റെ പാത്ത് അറിയില്ല.
ആ പാത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പോഴായിരിക്കും ആ പാത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതെ. പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് ആ സാധനം വരും. നമ്മൾ ഈ ദേജാവു ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു സാധനമൊക്കെ നമ്മൾ വരുന്നത്, അതൊക്കെ ഇപ്പോഴും എനിക്കും അറിയില്ല. ഇത് കറക്റ്റ് ആയിട്ട് മനുഷ്യനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇന്നില്ല എന്നല്ല, എവിടെ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞാണ്, പണ്ട് കാലങ്ങളിൽ സ്വപ്നങ്ങൾ എന്താണ് എന്ന് വേർതിരിച്ചു കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ചില പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഓരോ സ്വപ്നങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിനെ വേർതിരിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോഴും ഉണ്ട്. നമ്മള് ഇപ്പം മരണത്തിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കാരണം ഉണ്ട് എന്ന് പറയും, സർപ്പത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന കാരണം, അതിപ്പോഴും ആൾക്കാർക്ക് അറിയാം. ഞാൻ ഒരു അദ്ദേഹത്തിനോട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഭയങ്കരമായിട്ടുള്ള മരിക്കുന്ന രക്തം അതൊക്കെ കാണുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. അതെ, എല്ലാത്തിനും എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിനും എന്തൊക്കെയോ കാരണങ്ങളുണ്ട്.